എല്ലാവർക്കും നമസ്കാരം. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാ വണ്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ കുറച്ചൊരു ഇതിഹാസമൊക്കെ കൂട്ടിയിട്ട് ഒരു ഇൻട്രോ പോലെ തരാം. അപ്പോൾ ഇത് ആക്ച്വലി ഗ്ലോബൽ മാർക്കറ്റിൽ വളരെയധികം വിറ്റുപോയൊരു വാഹനമാണ്. എസ്പെഷ്യലി ഗൾഫ് കൺട്രീസും അതുപോലെ തന്നെ USA അവിടെയൊക്കെ പോയിട്ട് കുറേ വാഹനങ്ങൾ അവർ ഹ്യുണ്ടായി വിറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹ്യുണ്ടായി പറഞ്ഞാൽ മീൻസ് അമേരിക്കത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരിനെയാണ് ഈ ഒരു വാഹനത്തിന് വിട്ടിട്ടുള്ളത്. അതെ, ഞാൻ കൂടുതൽ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നില്ല. വാഹനത്തിൻ്റെ പേരാണ് ഹ്യുണ്ടായുടെ സാന്റാഫെ. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്തും ഫിഫ്ത്ത് ജനറേഷൻ, 5 ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഒരു ഓൾഡ് സ്കൂൾ ലുക്കായിരുന്നു വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ചുകൂടി മോഡേൺ ലുക്കായിട്ടാണ് ഈ ഒരു ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചുകൂടി സ്മൂത്ത് കോണ്ടൂർസ് കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ടത്തെ ജനറേഷൻ നിങ്ങൾക്ക് കണ്ടറിയും, ഇത് ഇങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവർ കുറച്ചുകൂടി ആ ഒരു ജനറേഷൻ ഒന്നുകൂടി സ്മൂത്തനായിട്ട് കോണ്ടൂർസൊക്കെ കുറച്ചുകൂടി സ്മൂത്തനായിട്ട് ഡിസൈൻ ബെറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലൂയിഡിക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് തേർഡ് ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് ജനറേഷന് ഒന്നുകൂടിയും അവർ ജസ്റ്റ് മൈനർ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഫോർത്ത് ജനറേഷനിലേക്ക് കൊടുന്നു. ഫിഫ്ത്ത് ജനറേഷൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു ബോക്സി ഡിസൈൻ ആക്കിയിട്ടായിരുന്നു ഹ്യുണ്ടായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഒരു പോളറൈസിങ് ഡിസൈൻ ആയിരുന്നു. കാരണം ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടു. കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതാണല്ലോ നമ്മൾ സാധാരണ വണ്ടികളുടെ ഡിസൈനിൽ കാര്യങ്ങളിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹ്യുണ്ടായുടെ സാന്റാഫെയുടെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. സാന്റാഫെ എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ അമേരിക്കത്തെ ഏതൊരു സ്ഥലത്തിൻ്റെ പേരാണ് സാന്റാഫെ. അപ്പോൾ ഇത് ആക്ച്വലി 2012 മോഡൽ വാഹനമാണ്. അത്യാവശ്യം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ വന്നിട്ടാണ് കേട്ടോ റിവ്യൂ എടുക്കുന്നത്. കണ്ടോ, അവിടെ സൂര്യൻ അസ്തമിക്കുകയാണ്. അതിന് വേണ്ടി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ എടുത്ത് തീരണം. ഇതൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് കളറാണ്. എന്താ പറയുക, ഒരു ഓൾഡ് സ്കൂൾ ലുക്കാണ് ഈ വാഹനത്തിന് ആക്ച്വലി വരുന്നത്. കാരണം എന്താ പറയുക, എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ആക്ച്വലി GCC കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനം. കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു റിജിഡായൊരു വാഹനമായിരുന്നു. പണ്ട് ഇപ്പോഴത്തെ വരുന്ന ഹുണ്ടായിനെക്കാട്ടിലും കൂടുതൽ റിജിഡായ വാഹനമാണ് ഇതുണ്ടായിരുന്നു. ഒബ്വിയസ്ലി പണ്ടത്തെ വാഹനങ്ങൾ മോർ ദാൻ ഒരു ഗാഡ്ജറ്റ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. കാരണം അത് ഓണർ പിന്നെ ഫിറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റസ്റ്റിക് ബട്ടൺസും എല്ലാ കാര്യങ്ങളും പണ്ടത്തെ വാഹനങ്ങളും നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ഒരു ഫീലായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ പണ്ടത്തെ വാഹനങ്ങൾ ലെജൻഡറി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫ്രണ്ടിലത്തെ ഒരു ഡിസൈനിൽ നമുക്ക് പരിചയപ്പെടാം. കംപ്ലീറ്റ്ലി ഹാലജൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇത് ഹൈ ബീമാണ് വരുന്നത്. ഫ്രണ്ടിലത്തെ ഒരു കുഞ്ഞി ക്യൂട്ട് ഗ്രില്ല് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഹ്യുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ ആക്ച്വലി അവർ ഫിറ്റ് ചെയ്തതാണ്, ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്ത്. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഏരിയ നമുക്ക് കാണാം. ഇത് ആക്ച്വലി സെക്കൻഡ് ഓണറാണ്. ഫസ്റ്റ് ഓണർ ആക്ച്വലി US ബേസ്ഡ് ഒരാളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ US കൂടുതൽ ഈ വാഹനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ വാങ്ങിയിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ സെക്കൻഡ് ഓണർ പറഞ്ഞത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ USA പറ്റിയ ആ ഒരു ക്ലൈമറ്റിന് പറ്റിയ വാഹനമായിരുന്നു ഇത്. പക്ഷേ ഇവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ മീൻസ് നമുക്കറിയാമല്ലോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ് അറൗണ്ട് 25 to 28 ആ ഒരു റേറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 3 വേരിയൻസെല്ലായിട്ടുമായിരുന്നു ഹ്യുണ്ടായി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 2 വീൽ ഡ്രൈവ്, പിന്നെ 4 വീൽ ഡ്രൈവ്, ഡീസൽ മാത്രമാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഡീസൽ നമുക്ക് 2 വീൽ ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 4 വീൽ ഡ്രൈവ് മാനുവലും 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും. ഇത് ആക്ച്വലി 4 വീൽ ഡ്രൈവിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് നമുക്ക് വന്നിട്ടായിരുന്നു. ഓട്ടോമാറ്റിക് കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആണെന്ന് ഓണർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ആരെങ്കിലും ഹ്യുണ്ടായി സാന്റാഫെ ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് അതും വേണമെങ്കിൽ റിവ്യൂ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൽ വന്നിട്ടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ CRDI എഞ്ചിനാണ്. അതായത് 2199 cc അഥവാ 2.2 ലിറ്റർ CRDI DOHC ഡയറക്റ്റ് ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് എഞ്ചിനാണ് വരുന്നത്. CRDI എന്ന് പറഞ്ഞ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. എഞ്ചിൻ ബേ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഒന്നുകൂടിയും ഇങ്ങനെ ഫ്രണ്ടിക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു വന്നിട്ട് നമ്മുടെ ഫ്ലൂയിഡിക് വരണയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു, അതായത് അത് ആക്ച്വലി ഇന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു കണ്ണ് പോലത്തെ ഒരു ഐലാഷിൻ്റെ സംഭവം പോലത്തെ ഉള്ള സംഭവം ആക്ച്വലി നമ്മുടെ പാർക്കിംഗ് ലൈറ്റാണ് വരുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ നമ്മുടെ എയർ ഡാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കണ്ടോ, ഇതൊക്കെയാണ് ഒരു വണ്ടി പറഞ്ഞാൽ. ഫോഗ് ലാമ്പ് പ്രോപ്പർ പ്ലേസിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഈ സ്ഥലത്താണ് ആക്ച്വലി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ നമുക്കറിയാം ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി കുറവായുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഒരു POV മാത്രമാകും. നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ആ ഒരു 2012 വരെ നമ്മുടെ സൈഡ് മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അടിപൊളിയല്ലേ?
അലോ വീൽസ് അല്ല, എന്നാലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിടിച്ചാൽ കിട്ടും ആ വാഹനം. ഇതിൽ ആക്ച്വലി 2 മാസ് ക്ലച്ചാണ് വരുന്നത്. കാരണം കുറച്ചുകൂടി എഞ്ചിൻ റിഫൈൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം സ്മൂത്തായൊരു വാഹനം ഓടിക്കുന്ന പോലെ, അത് പെട്രോൾ വാഹനം ഓടിക്കുന്ന പോലെയാണ് 2 മാസ് ക്ലച്ച് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ പിന്നെ വേറെ ടയർ കാരണം അവർക്ക് ഓണറിൻ്റെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസ് ക്ലച്ചാണ് വെച്ചിട്ടുള്ളത്. കാരണം 2 മാസ് പിന്നെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 1.5 lakh സംതിങ് വരുന്നുണ്ടെന്നാണ് ഓണർ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഡോറിൻ്റെ ഒരു ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ശരിക്കുള്ള ഹാൻഡിൽ. മറ്റേ പണ്ടത്തെ ഒരു വാഹനങ്ങളിലും മോർ ദാൻ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിലിനെക്കാട്ടിലും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ഈ ഒരു ഇങ്ങനെ തുറക്കുന്ന ഹാൻഡിൽസ് എന്താ ആക്ച്വലി അൺലോക്ക്ഡ് അല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കീ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കീ വരുന്നത്. നമ്മുടെ കിയ വാഹനങ്ങളും പണ്ടത്തെ കിയ വാഹനങ്ങൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു കീ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷേ വേറെ കൺട്രീസിലൊക്കെ കിയുടെ വാഹനങ്ങളുടെ കീ ഇങ്ങനെ ആയിരുന്നു. നമ്മുടെ കിയുടെ പിക്കാൻഡോ, അതുപോലെ കിയ റിയോ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇങ്ങനത്തെ കീ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഹ്യുണ്ടായും കിയും സിസ്റ്റർ കൺസേൺ ബ്രാൻഡ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് അൺലോക്കിൻ്റെയും ലോക്കിൻ്റെയും ബട്ടണാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാഹനം അൺലോക്ക് ചെയ്യാം. യെസ്, അൺലോക്ക്ഡ്. ജസ്റ്റ് ഒന്ന് വാഹനം തുറന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയേഴ്സ് നോക്കി പ്യൂർലി ലക്ഷറി ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. അങ്ങോട്ട് വരാം. അപ്പോൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് സാന്റാഫെയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും, മെറ്റൽ. പിന്നെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, കുറച്ചുകൂടി ഒരു എന്താ പറയുക, തോട്ട് ടു ഡീറ്റെയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഫ്യൂൽ ടാങ്ക് നമുക്ക് 70 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ട് തുറക്കാം. മോർ ദാൻ ദാറ്റ് പിന്നത്തെ ഡിസൈനാണല്ലോ പറയേണ്ടത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് കേട്ടോ പിന്നിൽ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. 969 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അത് വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് 7 സീറ്റർ വാഹനമാണ്. നമ്മൾ പിന്നത്തെ സീറ്റ് മടക്കി വെച്ചാലാവും അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഈ ബൂട്ടൊന്ന് നമുക്ക് തുറക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹൈഡ്രോളിക് സ്റ്റഡ്സ് വന്നിട്ടുണ്ടായിരുന്നു വ്യൂവേഴ്സ് ആ സമയത്ത്. നോക്കി നോക്കുക. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക, 2 സോണിൻ്റെ ഒരു വലിയേറ്റർ എന്ന് പറയാം. 2 സോൺ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നത് നമ്മുടെ സന്റാഫയാണ്. ഇതാ ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ആണ്. സാധനങ്ങൾ സെറ്റായിട്ട് വയ്ക്കാൻ പറ്റും സാധനങ്ങൾ. ജസ്റ്റ് ഒന്ന് ഈ സാധനം പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇവിടെ നിർത്താൻ പറ്റും. ഇത് ജസ്റ്റ് മാറ്റാണ്. മാറ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് സീറ്റ് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സീറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സീറ്റ് പൊക്കാൻ പറ്റും. അതിനുള്ളൊരു ബക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ബക്കിൾ ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റ് പിന്നോട്ടാക്കാൻ പറ്റും. ഇങ്ങനെ സീറ്റ് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് സ്പേസ് കുറയും, എന്നാലും കംഫർട്ടബിളായിട്ട് നമുക്ക് പിന്നത്തെ 3rd റോ സീറ്റിൽ ഇരിക്കാൻ പറ്റും. 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ പോയിട്ട് കംഫർട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതൊന്ന് ബൂട്ട് അടയ്ക്കാം. ഇവിടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല, ഇവിടെ പറയാനൊന്നുമില്ല. നമ്മുടെ ഹൈഡ്രോളിക് സ്റ്റഡ്സ് ആണ് വരുന്നത്. ദാറ്റ്സ് എ ഹൈലൈറ്റ്. ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയ എവിടെയാണ് വരുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ കാണാം. ഇവിടെ 360 ഡിഗ്രി അല്ല റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. അഗൈൻ ഇവിടെ നമ്പർ പ്ലേറ്റ്സിൻ്റെ ലൈറ്റ്സ്. ഹ്യുണ്ടായുടെ ബാഡ്ജിങ്. സാന്റാഫെ CRDI 4 വീൽ ഡ്രൈവ് വാഹനമാണിത്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ഈ ഒരു സിൽവർ ഫിനിഷ് കാണാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അഗൈൻ ലോഗോ, റിയർ വൈപ്പേഴ്സ്, റൂഫ് മൗണ്ട് ലാമ്പ്. അഗൈൻ ഇത് നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റീന അല്ല, സാധാ ആൻറ്റീനയാണ് വരുന്നത്, കമ്പ് പോലത്തെ. അഗൈൻ ഇത് നമ്മുടെ റിയർ പാർക്ക് ലൈറ്റ്സും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ആണ് വരുന്നത്. അഗൈൻ ഇവിടെയും ഒരു റിയർ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഡുവൽ എക്സോസ്റ്റ് ആണ്, കണ്ടോ, ജസ്റ്റ് ഫേക്ക് അല്ല. ഇവിടെയും ഓട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഏരിയയിൽ നമുക്ക് ഓട്ടുണ്ട്. ഡുവൽ ഒറിജിനൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും റിഫൈൻഡ് ആയൊരു എഞ്ചിനായിരുന്നു ഹ്യുണ്ടായി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അഗൈൻ ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ടെയിൽ ലാമ്പ്. അപ്പോൾ കുറച്ചുകൂടി ഒരു സേഫാണ്. കാരണം ദൂരത്തു നിന്നൊക്കെ നമ്മൾ ഫോഗി ഏരിയയിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ, മലയോര മേഖല കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി പിന്നിൽ വരുന്ന വണ്ടിക്കാർക്ക് അലേർട്ടായിരിക്കും. അപ്പോൾ അതാണ് പുറത്തത്തെ ഒരു ഡിസൈനിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അറൗണ്ട് മോർ ദാൻ 4 മീറ്റേഴ്സ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ തന്നെ കണ്ടോ, ബ്യൂട്ടിഫുള്ളാണ്. മുകളിൽ നോക്കുകയാണെങ്കിലും ആ ഒരു റെയിൽ കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സൺറൂഫ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ആ കാലത്ത് സൺറൂഫൊന്നും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ഉള്ള നല്ല എല്ലാവരും സൺറൂഫ് കുത്തിക്കയറ്റി വെക്കുന്നത് ഇല്ല. ആ സമയത്ത് സൺറൂഫ് വന്നിട്ടുണ്ടല്ലേ, എന്നാലും വാല്യൂ ഫോർ മണി ആയിരുന്നു ഈ ഒരു വാഹനം. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് പോവാം. ഇത് നോക്കി നോക്കൂ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് 2012 വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മാനുഫാക്ചറേഴ്സിന് അത് കൊടുക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമേ വരും. അങ്ങനെ കുറേ കണ്ടീഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സീറ്റ് പിന്നോട്ടാക്കാം. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ,
സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹാൻഡി ആയിട്ട് സ്റ്റിയറിംഗ് വരുന്നത്. നമ്മൾ കൈ പിടിക്കുമ്പോഴൊക്കെ ഹോൺ നമുക്ക് നോക്കിയാലോ, ഒരു പാസീവ് ഹോണാണ് വാഹനത്തിന് വരുന്നത്. ഇതിൽ നമുക്ക് വോളിയം ഡൗൺ ബട്ടൺ, അതായത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ സിസ്റ്റംസാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെൻട്രൽ ഡാഷ്ബോർഡിൻ്റെ ഏരിയയാണ്. ഇത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കി ഈ ഒരു വുഡൻ ഫിനിഷ് കൊടുത്ത കാരണം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത്യാവശ്യം എന്താ പറയുക നല്ല പ്രീമിയം ഇൻറ്റീരിയേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹ്യുണ്ടായി ഒരു പ്ലാസ്റ്റിക്സ് കൊടുത്തിട്ടാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിംഗ് ഒക്കെ നോക്കി നോക്കും എന്തൊരു ഹാൻഡി ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ എന്ത് സ്റ്റേബിളായിട്ട് പോകുന്നത് അറിയാം, എന്ത് റിജിഡായിട്ട് പോകുന്നത്. നമ്മൾ വണ്ടി പിടിച്ചാൽ നിൽക്കും. അത്രയും അടിപൊളിയായിട്ടായിരുന്നു ഹ്യുണ്ടായി വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് എന്താ പറയുക, ഇപ്പോഴും ഇറക്കുന്നത് ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും ദ ഓൾഡർ വൺസ് വെയർ മച്ച് മോർ ബെറ്റർ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ, അതുകൊണ്ട് കുറേ ഫീച്ചേഴ്സ് വരും. അപ്പോൾ നമ്മളിനി ഇൻറ്റീരിയേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലച്ച് അമർത്തിയിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഡീസലിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എൻജിൻ കാണിച്ചു തരാം. 195 BHP പവറും അതുപോലെ തന്നെ 421 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2.2 ലിറ്റർ CRDI എൻജിനാണ് വരുന്നത്. ഞാനിത് പുള്ളി ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അമർത്തി നിൽക്കുക, ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഇല്ല വിചാരിച്ചിട്ട്. ഹൈഡ്രോളിക് സ്റ്റഡ്സ് ഇത് ആ ഒരു കാലത്ത് കൊടുത്തിട്ടുണ്ട് അവർ. നോക്കി നോക്കുക, അടിപൊളിയല്ലേ ജസ്റ്റ്. അപ്പോൾ എന്ത് സുഖമാണെന്ന് അറിയോ നമുക്ക്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ എൻജിൻ പെട്ടെന്ന് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. കണ്ടോ, ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയിക്കൊള്ളും അത്. പിന്നെ പഴയ വണ്ടിയ കാരണം എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ ആ ഒരു കാര്യം കുറവുള്ള കാരണം തന്നെ ഇഷ്യൂസ് ഉണ്ടാവും. ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻസുലേഷനും കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ഓസം. പവർഫുൾ എഞ്ചിനാണ് കേട്ടോ. 16 വാൾവ് എഞ്ചിനാണ് വരുന്നത്. CRDയുടെ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഓക്കെ, നമുക്ക് ഈ എഞ്ചിൻ ഒന്ന് ഷട്ട് ചെയ്യാം. ഓക്കെ, അടച്ചു. സ്മൂത്തായിട്ട് അടയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ സൈഡ് കൂടെ സിൽവർ ലൈനിങ് കൊടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻറ്റീരിയഴ്സിലേക്ക് പോവാം. അധികം കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല വീഡിയോ. ഓക്കെ, പിന്നെ നമ്മുടെ പവർ വിൻഡോ സിസ്റ്റംസ് ആണ് വരുന്നത്. നമുക്ക് സൈഡ് മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ സൺവൈസസിൽ പോലും മിറർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിറർ അല്ല, മിറർ ഓപ്പൺ ആകുമ്പോൾ ലൈറ്റ് കൂടെ കത്തും. വാനിറ്റി മിറർ ജസ്റ്റ് ഒന്ന് ഇതാ അടച്ചു കഴിഞ്ഞാൽ ഓഫാവും, ഓണാവും, ഓഫാവും, ഓണാവും, ഓഫാവും. കൂൾ. അതേപോലെ തന്നെ ചെറിയ ടിക്കറ്റ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൺഗ്ലാസ് ഹോൾഡറാണ്. ഇതും പിന്നെയും സൺഗ്ലാസ് ഹോൾഡറാണ്. ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ വല്ലതും വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ സൺഗ്ലാസ് സുഖമായിട്ട് കൊള്ളും. പിന്നെ ഇവിടെ റീഡിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു പ്രീമിയം വണ്ടിയിൽ ഇരിക്കുന്ന പോലെയാണ് കേട്ടോ ഫീല്. നമ്മുടെ ഇവിടെ ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ആഫ്റ്റർ മാർക്കറ്റ് വെച്ചതാണ്. മുന്നേ നമുക്ക് വേറെ ടൈപ്പ് സ്ക്രീനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അല്ലേ ഇത് ആക്ച്വലി. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ വല്ലതും വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂൾ. മിഡിൽ റെയർ വ്യൂ മിറർ. അഗൈൻ ഇവിടെയും നമുക്ക് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ലൈറ്റും അതേപോലെ തന്നെ വാനിറ്റി മിററിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സൺവൈസർ. നടക്കാം. ഹാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും. SRS എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് പാസഞ്ചർ എയർ ബാഗിൻ്റെ കാര്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ എയർ ബാഗ് വരുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ്സിൻ്റെ ബട്ടണാണ് വരുന്നത്. പിന്നെ ഡുവൽ AC എയർകോൺ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വാഹനത്തിൽ. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് 2 എണ്ണത്തിൻ്റെയും. പിന്നെ ഈ ഒരു ഏരിയ ചെറിയ നമ്മുടെ പൈസയുടെ തുട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോയിൻസ് വെക്കാനുള്ളൊരു ഹോൾഡറാണ്. അഗൈൻ ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് പോലും നമുക്ക് ഓക്സ് കേബിള്, അതുപോലെ തന്നെ USB പോർട്ട്, മറ്റേ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതേപോലെ തന്നെ സ്മോക്കർ കണ്ടോ, ഇതും ആക്ച്വലി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, കൊള്ളാം, അത്യാവശ്യം പ്രീമിയമാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ. ഇത് ആക്ച്വലി 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. റിവേഴ്സ് ഗിയർ ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെയും ഫോക്സ് വാഗൻ്റെ വണ്ടികളുണ്ടോ അതേപോലെ ഇത് പുള്ളി ചെയ്തിട്ട് വേണം റിവേഴ്സിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ആൾ പറഞ്ഞു 120 അല്ലെങ്കിൽ 130 പോകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് എന്താ പറയുക, കോൺഫിഡൻസ് ആണ് തരുന്നത് പറഞ്ഞു. ഈ ഒരു പണ്ടത്തെ ഹ്യുണ്ടായി വാഹനങ്ങളിൽ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. സിമ്പിൾ അനലോഗ് എന്താ പറയുക സ്പീഡോമീറ്റർ ആണ് വരുന്നത്. എനിക്കിപ്പോഴും ഇഷ്ടം ഈ ഒരു അനലോഗ് മീറ്റർ ആണ് കേട്ടോ, മോർ ദാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ. അതേപോലെ നമുക്ക് ഇവിടെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇത് ചെറിയൊരു സൺഗ്ലാസ് ഹോൾഡർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടി നമുക്ക് തുറക്കാൻ പറ്റുന്ന ഐസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ
നല്ല ഹാർഡ് പ്രീമിയം സീറ്റ്സ് ആണ്. ഇരിക്കാൻ തന്നെ നല്ല കുഷനിങ് ആണ്, കംഫർട്ടബിൾ ആണ്, ഒരു കുഴപ്പമില്ല. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ മോഡിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് തുറക്കുന്ന രീതി ഉണ്ടോ, നമ്മുടെ ഡോർ ഹാൻഡിൽ കൊള്ളാം അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കുറേ പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഹനം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് പോകാം. അതായത് പിന്നത്തെ കംഫർട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇല്ലേ നോക്കാം. കണ്ടോ, ഇത് ഏറ്റവും അത്യാവശ്യം നല്ല പിന്നിലാണ്, എന്നിട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ, സെറ്റായിട്ടുണ്ട്. എന്ത് രസമൊക്കെ ഇരിക്കാൻ. നമുക്കൊക്കെ കൊതിയാവും കൂടുതൽ ലോങ് ജേർണീസ്. ഓണർ ഉപയോഗിച്ച് ഒരു യൂസർ എക്സ്പീരിയൻസ് പറയായിരുന്നു, അതായത് ലോങ് ഡ്രൈവിന് പറ്റിയവാൻ, അത് ലോങ് ഡ്രൈവിനെ പോകാൻ പാടും. ചെറിയ ഡ്രൈവ്സിനൊന്നും ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ലോങ് ഡ്രൈവിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുകയാണെങ്കിലും ഒരു അനക്കം ഈ വാഹനത്തിന് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി നമ്മുടെ ഫോർച്യൂണറിനായിട്ടൊക്കെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നതാണ്. എൻ്റെ ഒരു പി ഒ വിയിൽ അല്ല, ആളുടെ ഒരു പി ഒ വിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർച്യൂണറിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ വാല്യൂ ഫോർ മണി ആയിരുന്നു ഈ ഒരു വാഹനം. ഒബ്വിയസ്ലി ഇത് നല്ല വാഹനങ്ങൾ എപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യലാണ് മാനുഫാക്ചറേഴ്സ് ചെയ്യാറ്. അങ്ങനെ നമുക്കിവിടെ ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പണ്ടത്തെ വാഹനങ്ങളൊക്കെ എപ്പോഴും കുറേ യൂസ്ഫുള്ളായ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോർ, അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ. അഗൈൻ അവിടെയും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാം. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡറും ഫുൾ സെറ്റപ്പാണ് കേട്ടോ. പിന്നിലും നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇത് ചെറിയ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഫോണൊന്നും കൊള്ളില്ല, പക്ഷേ എന്തിനാണെന്നോ എന്തോ അറിയില്ല. അഗൈൻ ഇവിടെ മാഗസിൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോസ്, അടിപൊളി ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 പേർക്കും ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതെ, നടുവിലത്തെ ആൾക്ക് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. യൂഷ്വലി എല്ലാവർക്കും അതല്ലേ കംപ്ലൈൻറ്റ്, നടുവിലത്തെ ആളെ എന്തിനും എപ്പോഴും ഒഴിവാക്കുന്നത്. വെയിറ്റ്, ഇതെന്താ, ആഹാ കൊള്ളാലോ, പിന്നിൽ പോലും എ സി, ഇവിടെയും എ സി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സീറ്റൊന്ന് മടക്കാം, എന്നിട്ട് പിന്നോട്ട് കയറാം. പിന്നോട്ട് കയറാൻ ഇത്തിരി ടാസ്ക്കാണ്. ശരി, നമുക്ക് അപ്പുറത്ത് കൂടെ കയറിയിട്ട് പിന്നിലിരിക്കുന്ന ഫീല് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, കൂടിയും തുറന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇതൊന്നാക്കി കഴിഞ്ഞിട്ട് യെസ്, ഇനി നമുക്കിതൊന്ന് ഫ്രണ്ടിലോട്ട് നീക്കണം. നമ്മുടെ ഈ ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതേ നോക്കി ഇത് മൊത്തം ലിഫ്റ്റാവും. കൊള്ളാം. ഇനി നമുക്ക് കയറാം. എന്നിട്ട് എങ്ങനെയുണ്ട്, സീറ്റ് കംഫർട്ടബിൾ ആണോ അല്ലേന്ന് വി ആർ ഗോണ ടെസ്റ്റ് ഇറ്റ്. യെസ്, ഹ്യുണ്ടായി സാന്റാ ഫെ ഞപ്പം പറയാട്ടോ പിന്നിൽ എങ്ങനെയുണ്ട് സീറ്റ് എന്ന്, കംഫർട്ടബിൾ ആണോ അല്ലേന്ന്. ഇത് എത്രയും പിന്നിക്കാക്കിയിട്ടും ഇരിക്കാൻ വരുന്നുണ്ട്, എന്താ ഇത്രയും പിന്നിക്കാക്കണ്ട. യെസ്, ഇത് നോക്കി, കൊള്ളാം കൊള്ളാം. ആക്ച്വലി ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കാലൊക്കെ ഭയങ്കര ഇത് മുട്ടിയിട്ടിരിക്കില്ലേ. ഇപ്പം ആക്ച്വലി ഇത് നമുക്ക് അങ്ങനെ മുട്ടി വെക്കുന്ന ആവശ്യം വരുന്നില്ല. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബൂട്ടിൻ്റെ കാരണം വേണ്ടിയിട്ട്. അഗെയിൻ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. ഇവിടെയും എയർകോൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ, ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു ഹ്യുണ്ടായി ഫാനാണോ, പണ്ടത്തെ ഹ്യുണ്ടായി ഫാനാണോ അതോ ഇപ്പോഴത്തെ ഹ്യുണ്ടായി ഫാനാണോ അല്ലേന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വണ്ടികൾ ഇനി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. പണ്ടത്തെ ഹ്യുണ്ടായി എലൻട്ര ഇതൊക്കെ നമുക്ക് ഇനി റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ വണ്ടികളുടെ റിവ്യൂസ് ഇനി നമുക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്തേക്കും, നമുക്കും കൂടും നിങ്ങൾക്കും കൂടാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. നന്ദി, നമസ്കാരം.